അപ്പൊ ഞാൻ പോന്നു. ബൈ. ഓക്കെ. ഞാൻ തിരിച്ചു വരുന്നവരെ അമ്മയുടെ അപ്പച്ചിയുടെ ഒക്കെ ടോർച്ചറിങ്ങിൽ പിടിച്ചു നിന്നോണം. തളർന്നു പോരുത്. ഓക്കെ? ഒന്ന് പോടാ അവിടുന്ന്. എന്റെ കിരൺ സാറേ, സാറിനെങ്കിലും ചേച്ചിയോടൊന്ന് പറഞ്ഞു കൊടുത്തൂടെ അല്പം സ്വല്പം ഒന്ന് ബോൾഡായി നിൽക്കാൻ? ഞാൻ പറഞ്ഞിട്ടാണോ? തന്റെ ചേച്ചിക്ക് അതൊന്നും മനസ്സിലാവില്ല. മതി മതി, രണ്ടുപേരും കൂടി എന്നെ ഉപദേശിച്ച നേരങ്ങൾ വേണ്ട. അതെ അതെ. അപ്പൊ ഞാൻ പോകുന്നു. ബൈ ഗൈസ്. ബൈ. എടാ എടുത്തെടുത്ത് ഓൾറെഡി ലേറ്റ് ആയി. വേഗം എടുക്ക് പോവാം. ടാറ്റാ. എന്നെ കെയർ ചെയ്തൊരു വാക്ക് പറയാൻ ഈ വീട്ടില് അബിയും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ. ഈ വീട്ടിലെ ആരും അല്ലെങ്കിലും ഇവിടെ താമസിക്കുന്ന ഞാനുണ്ട് ദുർഗെ. താനിങ്ങനെ ഫീൽ ആവാതെ വണ്ടി എടുക്കാം. ജോർജ് സാറ് VC-യിൽ വരും. എല്ലാരോടും ഉടനെ എത്താൻ പറയണം. ഇപ്പൊ തന്നെ മെസ്സേജ്. ഹായ്. ഹായ്. നിങ്ങൾ വരുന്നതുകൊണ്ടപ്പോൾ ഞാൻ വർക്ക്ഷോപ്പ് ക്ലോസ് ചെയ്തു. ബാക്കിയുള്ളവരോട് ഇൻഫോം ചെയ്യാൻ ഞാൻ അഖിലിനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ, എന്തു പറ്റി? അറിയില്ല സർ, വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. ഒരു മിനിറ്റ് സർ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ശരി. സോറി സർ, കാർ സ്റ്റാർട്ട് ആവുന്നില്ല. കമ്പനിയിൽ നിന്ന് ആള് വരാതെ സ്റ്റാർട്ട് ആവുമെന്ന് തോന്നുന്നില്ല. ഞാനെന്നാ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരട്ടെ. ശരി. ഇരിക്കും. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഒരാഴ്ചയായോ? ശ്വാസം ഒന്ന് വലിച്ചേ. ഒന്നുകൂടി. ഓക്കെ, ഞാൻ എന്തായാലും ഒരു മരുന്നിന് എഴുതാം. ഇത് 3 നേരം കഴിച്ചോളൂ. ഡോക്ടർ വേണ്ട, കയ്യിൽ വെച്ചോളൂ. എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. സർ. യെസ് സർ.
നമ്മുടെ പ്രൈം ടാർഗറ്റായ മേനോനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇന്റലിജൻസിന് കിട്ടിയിട്ടുണ്ട്. അയാളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ സർ? നോ, പക്ഷേ അയാളുടെ ഓപ്പറേഷൻ രീതികളെക്കുറിച്ചും അയാളെ സഹായിക്കുന്നവരെക്കുറിച്ചും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരെ കണ്ടെത്തി അയാളിലേക്കുള്ള ലീഡ്സ് നിങ്ങൾ അക്വയർ ചെയ്യണം. സർ മേനോൻ വിദേശത്തിരുന്നാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പല സമയത്തും ഫേക്ക് ഐഡിയിൽ അയാൾ ഇന്ത്യയിൽ വന്ന് പോകാറുമുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അയാളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ക്ലൂവും നമ്മുടെ പക്കലില്ല. ആയുധക്കടത്ത്, മനുഷ്യക്കടത്ത്, ഓർഗൻ ട്രാഫിക്, ഡ്രഗ് ഡീൽസ്, അങ്ങനെ എല്ലാവിധ ഇല്ലീഗൽ ആക്ടിവിറ്റീസും അയാളുടെ ടീം ചെയ്യുന്നുണ്ട്. ജെഡിയുടെ അമ്മ ജയശ്രീക്ക് അയാളിലേക്ക് എത്തിച്ചേരുന്ന വിറ്റ്നസ് ഓർ എവിഡൻസ് എന്തോ ഒന്ന് കിട്ടിയിരുന്നു. അതുകൊണ്ട് അവരുടെ ടീം ജയശ്രീയെ ഇല്ലാതാക്കി എന്നൊരു റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. സി, കേരളത്തിൽ മേനോന് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരാളാണ്. അയാളെ കണ്ടെത്തിയാൽ മേനോനിലേക്കുള്ള വഴി എളുപ്പമാണ്. പൃഥ്വി, നാളെ അഷിതയോടും വീട്ടുകാരോടും ഒരു ഹോട്ടലിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ഒന്നിച്ച് കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ആവുമല്ലോ. പിന്നെ ഇതൊരു പെണ്ണുകാണൽ ചടങ്ങിന്റെ ഗുണവും ചെയ്യും. അത്ര ഒഫീഷ്യൽ അല്ലാത്തോണ്ട് ചമ്മൽ ഒഴിവാക്കാമല്ലോ. എന്താ, നീ ഓക്കെ അല്ലേ? അതെ ചേച്ചി. പിന്നെ നമ്മൾ ചെല്ലാമെന്ന് പറഞ്ഞ സമയത്ത് നീയും ഒപ്പം ഉണ്ടാവണം. വേറെ എവിടേക്കും പോയേക്കരുത്. കല്യാണം കഴിയുന്നതോടെ നിന്റെ ഉഴപ്പൊക്കെ നിർത്തി ലൈഫിൽ കുറച്ചുകൂടെ സീരിയസ് ആവണം. ശരി. ഓക്കെ, ദെൻ ക്യാരി ഓൺ. ഹലോ. എന്താ ഫോൺ കട്ട് ചെയ്ത്? എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയോണ്ടാ ഫോൺ എടുക്കാത്തത്. ഓക്കെ, നാളെ ഒരു പാക്കറ്റ് കൊടുക്കാനുണ്ട്. നീ അത് നേരിട്ട് ചെയ്യണമെന്നാ മേനോൻ സാർ പറഞ്ഞത്. നാളെ എനിക്ക് പറ്റില്ല. വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതൊക്കെ മാനേജ് ചെയ്തേ പറ്റൂ. നമുക്ക് എക്സ്ക്യൂസസ് ഇല്ലാന്നറിയില്ലേ? ഇത് എക്സ്ക്യൂസ് പറയുന്നതല്ല, സാഹചര്യമാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ ബോസിന് മറുപടി കൊടുത്താൽ മതി. ഹലോ ഹലോ ഹലോ. Damn it. മോളെ, മോളെ അശി, എന്താ രണ്ടുപേരും കൂടെ ഒരുമിച്ച്? അതെന്താ, ഞങ്ങക്ക് നിന്റെ അടുത്തേക്ക് വരാൻ പാടില്ലേ? വരാം, പക്ഷെ ഈ വരവില് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടല്ലോ. സത്യം പറപ്പച്ചി, എന്താ കാര്യം? അതോ, അതെന്താന്ന് വെച്ചാലേ എന്റെ സുന്ദരി കുട്ടിയെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടര് വരുന്നുണ്ട്. പെണ്ണ് കാണാനോ? ആർക്ക്? വേറെ ആർക്കാ? നിനക്ക് തന്നെ. ആരോട് ചോദിച്ചിട്ട് എന്നെ പെണ്ണ് കാണാൻ ആൾക്കാരോട് വരാൻ പറഞ്ഞേ? എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതൊക്കെ ശരിയാ, പക്ഷെ ഈ ആലോചന എവിടെന്നാന്നറിഞ്ഞാ നീ തന്നെ മാറ്റി പറയും. അതേതാ ഇത്ര കൊമ്പത്തെ ആലോചന? ഇനി അംബാനി ഫാമിലി വല്ലതും ആണോ? അതെ, നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഏകദേശം അതേപോലെ തന്നെയുള്ള വീട്ടിൽ നിന്നാ. എന്റെ പൊന്നു മോളെ, നീ ഇന്ദ്രപ്രസ്ഥം കുടുംബമൊന്നും കേട്ടിട്ടില്ലേ? അവിടുത്തെ പൂർണിമയാ എന്നെ വിളിച്ചേ. അവരുടെ അനിയൻ പൃഥ്വിയ പയ്യൻ. ഏത്, മറ്റേ ഇന്ദ്ര ടിവിയുടെ? അതെ, അത് തന്നെ. ഈ വാർത്ത കേട്ടപ്പോ എനിക്കും ഇതേ ഞെട്ടല് തന്നെയായിരുന്നു. പിന്നെ നിന്റെ അമ്മ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞപ്പോഴാ ഞാനും വിശ്വസിച്ചു. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഇതൊരു ലോട്ടറിയാ. അതെ, നിന്റെ ഭാഗ്യ മോളേത്. ഇനി ആ പയ്യന് നിന്നെ ഇഷ്ടപ്പെടണം. അതിന് നമ്മുടെ കൊച്ചിനെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ദേവതല്ലേ ഇവിടെ. താങ്ക്സ് അപ്പച്ചി. മോളൊരു കാര്യം ചെയ്യും, നല്ല പാർലറിലൊക്കെ പോയി മുഖം ഒന്ന് സെറ്റാക്ക്. അതിന്റെ പൈസ വേണമെങ്കിൽ അപ്പച്ചി തരാം. അതെ, മോള് ചെല്ല്. നിന്നെ കാണുമ്പോഴേ ആ പയ്യൻ ഫ്ലാറ്റ് ആവണം.
അതിപ്പോ ഈ അഷിതയെ കണ്ട മയങ്ങാത്ത പയ്യന്മാരുണ്ടോ? പിന്നെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ പാർലറിൽ പോയേക്കാം. എന്നാ വേഗം ചെല്ല്. ചെൽ. സ്പോൺസേഴ്സ് പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനല്ല നമ്മൾ ചാനൽ നടത്തുന്നത്. അവിടെ ഞാൻ പറയുന്നതിനപ്പുറം വേറെ ഒന്നും ചെയ്യണ്ട. അവർക്ക് പലതും പറയാം, പക്ഷെ ചാനലിന്റെ റെപ്യൂട്ടേഷനാണ് എനിക്ക് വലുത്. പണത്തിന് വേണ്ടി അത് വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. ഓക്കെ? നീ ചെയ്യുന്ന മോളെ ശരി. സത്യത്തിൽ മോളിങ്ങനെ പക്വതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുക. നമ്മുടെ ചാനൽ ഇന്ന് നമ്പർ 1 ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മോൾ ഒരാൾ കാരണം മാത്രമാ. അതൊന്നും എന്റെ മാത്രം കഴിവല്ല ചെറിയച്ച. അച്ഛനും ചെറിയച്ഛനും ചെയ്തു പോന്ന കാര്യങ്ങളാണ് ഞാനും ചെയ്യുന്നത്. പിന്നെ എനിക്ക് മാത്രമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. നിങ്ങളെല്ലാവരുടെ അധ്വാനവും നമ്മുടെ വിജയത്തിന് പിന്നിലുണ്ട്. എനിക്കിപ്പോ ബിസിനസിനേക്കാൾ എല്ലാം വലുത് പൃഥ്വിയുടെ വിവാഹമാ. അതൊന്നും ഭംഗിയായി നടക്കുന്നത് വരെ മറ്റൊന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ആ കാര്യത്തിൽ ഇത്ര ധൃതിയുടെ ആവശ്യമുണ്ടോ മോളെ? ഉണ്ട്. വിവാഹം ഇനി വൈകിക്കൂടാ. അഷിതയും വീട്ടുകാരെയും പുറത്തൊരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യാന്നുള്ളതാ എന്റെ തീരുമാനം. ഹോട്ടലിലോ? അതെ. അതെന്താ അങ്ങനെ? നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ വെച്ചായാൽ അത് അവർക്കും മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടാവും. നമ്മളെക്കാൾ സാമ്പത്തിക ശേഷി കുറഞ്ഞവരാണെന്നുള്ള ചിന്ത തോന്നാൻ പാടില്ലല്ലോ. എല്ലാം മോളുടെ ഇഷ്ടം പോലെ. നീ എന്ത് ചെയ്താലും അതിലൊരു ശരിയുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാര്യങ്ങൾ എന്നേക്കാൾ പക്വതയോടെ നോക്കിക്കണ്ട് ചെയ്യാനും മോൾക്ക് സാധിക്കും. പൃഥ്വിയുടെ വിവാഹകാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റില്ല എന്ന് ഉറപ്പുണ്ട്. നിന്റെ ഈ വിശ്വാസമാണ് എന്റെ ധൈര്യം. ഹലോ, ഞാനിപ്പോ അയക്കാം. ഒരു മിനിറ്റ്. ഓക്കെ മോളെ. ടെൽ മീ. ഓക്കെ. മഹിയേട്ടൻ എന്ത് വിവരക്കേടായി കാണിക്കുന്നത്? എന്ത്? നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്തൊരു വിവാഹം എന്റെ മകന് നടത്തി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് എന്താ എത്ര വാശി? ഈ വിവാഹം തീരുമാനിച്ചത് പൂർണിമയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മറിച്ചൊരു സംസാരത്തിന്റെ ആവശ്യമില്ല. അതെന്താ? ഞാൻ അവന്റെ അമ്മയല്ലേ. എന്റെ മകന്റെ കല്യാണത്തെ കുറിച്ച് എനിക്ക് അഭിപ്രായം പറഞ്ഞൂടെ? കോടീശ്വരന്മാരായ ഒരുപാട് പെൺകുട്ടികൾ എന്റെ മോനെ കെട്ടാൻ ക്യൂ നിക്ക. അപ്പോഴാ ഈ ദാരിദ്ര്യ കല്യാണം. ഞാൻ ഇതിന് സമ്മതിക്കില്ല. നിന്റെ സമ്മതത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. പൂർണിമയുടെ വാക്കാണ് ഈ വീട്ടിലെ അവസാന തീരുമാനം. അതേ നടക്കൂ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? നിക്ക്. കളക്ടർ ഉദ്യോഗം കഴിഞ്ഞ് തിരിച്ചു വന്നോ? എവിടെയായിരുന്നടി ഇതുവരെ? സ്കൂള് വിട്ടാ പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്തണമെന്ന് അറിയില്ല നിനക്ക്? ഞാൻ വൈകിട്ടില്ല. സ്കൂള് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാ പോകുന്നത്. നിന്നെ കാണാനുള്ള കൊതി കൊണ്ടല്ല വേഗം വരണമെന്ന് പറഞ്ഞത്. ഇവിടത്തെ ജോലികൾ ചെയ്യാനാ. നിന്ന് താളം ചവിട്ടാതെ വേഗം പണിയെടുക്കടി പോയി. ശരി. അടുക്കളയിൽ കുറെ പാത്രങ്ങൾ കഴുകാനുണ്ട്. വേഗം പോയി കഴുകി വെക്കും. പറഞ്ഞതെല്ലാം കേട്ടല്ലോ. പിന്നെ എന്തിനാ കണ്ണും മിഴിച്ച് ഇവിടെ നിൽക്കുന്നേ? വേഗം പോയി ജോലി തീർക്ക. പോ. ഈ നാശം പിടിച്ചവള് വന്ന് കേറുമ്പോഴേ മനുഷ്യന്റെ സമാധാനം പോവും. എന്താടി? അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം പറയാം. എവിടെ വെച്ച് കാണാന്നാ പൂർണിമ പറഞ്ഞത്? പുറത്തെവിടെയെങ്കിലും ഹോട്ടലിലോ റിസോർട്ടിലോ മതിയെന്നാ അവര് പറഞ്ഞത്. പക്ഷേ വീട്ടിൽ നിന്ന് എല്ലാവരും ചെല്ലണം. അതാ പ്രശ്നം. അതിനിപ്പോ എന്താ, നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് പോവാം. അതല്ല നാഥൂനെ, അമ്മയും ആ നാശം പിടിച്ച ദുർഗയെ ഒഴിവാക്കണ്ടേ? അതിനൊരു വഴി കണ്ടെത്തണം. അത് ശരിയാ, അമ്മയെ കൊണ്ടുപോയി എല്ലാം കൊളാവും. അതിനു മുമ്പ് ദേവേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അതെ, ദേവേട്ടൻ കൂടെയില്ലെങ്കിൽ അതവർക്കൊരു സംശയമാവും. അത് പാടില്ല. ഈ വിവാഹത്തിന് ദോഷം വരുന്ന ഒരു കാര്യവും നമ്മൾ കാരണം ഉണ്ടാവാതെ നോക്കണം.
അതിനൊരു വഴിയുണ്ട്. വാ. അതേടി, ഞാൻ പറഞ്ഞല്ലേ, ഹെയർ സ്പാ ഒക്കെ ഞാൻ നേരത്തെ ട്രൈ ചെയ്തിട്ടുള്ളതാ. സൂപ്പറാ. നീയും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നീ എപ്പോഴാ പോകുന്നേ? ഞാൻ വേണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് വെക്കാം. എന്താടി സൗണ്ട് ഉണ്ടാക്കാതിരുന്നൂടെ? ആ പറയടി. ഞാൻ വിളിച്ചു പറയണോ? എടി ഞാൻ വിളിക്കാവേ. എന്തൊരു ശല്യ ഇത്. ഇതിനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? ഒന്ന് അടങ്ങിയിരുന്നൂടെ കൊച്ചെ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ സൗണ്ട് ഉണ്ടാക്കരുതെന്ന്. എന്തുവാ കൊച്ചെ? ഓ ശല്യപ്പെടുത്താതെ. ഓ കൊച്ചെ, ഒറ്റ അടി വെച്ച് തന്നല്ലോ. പല്ലവി, മോളെ എന്താ പറ്റിയത്? എന്താ പല്ലവി ഇത്? നീ എന്തിനാ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നോക്കിയത്? പിന്നല്ലാതെ എത്രയെന്ന് വെച്ചാ ക്ഷമിക്കുന്നേ? ഞാൻ പറയുന്നൊന്നും ഇവളെ അനുസരിക്കുന്നില്ല. നീ എന്താ പല്ലവി ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നത്? മോൾക്ക് കേൾക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? ആ സിമ്പതി ഇവളെ നന്നായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നെ ശല്യം ചെയ്യാൻ ഇവിടെ വന്ന് ഇത്രയും ശബ്ദം ഉണ്ടാക്കാൻ ഇവൾക്ക് അറിയായിരുന്നല്ലോ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ധ്വനി എന്നെ ശല്യം ചെയ്തതിന് ഞാൻ അവളെ അടിക്കാനും നോങ്ങി. അതിനെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ദുനിയെ തല്ലാൻ നോക്കിയെന്നോ? തെറ്റ് ചെയ്താൽ പല്ലവിക്ക് കുഞ്ഞിനെ വഴക്കു പറയാം, തിരുത്താം. അല്ലാതെ എന്റെ കൊച്ചിനെ തല്ലാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അതെ, അവളൊരു വയ്യാത്ത കുട്ടിയല്ലേ. ആ പരിഗണന നമ്മളല്ലാതെ വേറെ ആരാ അവൾക്ക് കൊടുക്കേണ്ടത്? അയ്യോ, ആരാ ഈ അയൺ ബോക്സ് ഓൺ ചെയ്ത് വെച്ചത്? അയ്യോ അയ്യോ, ഇതാരാ ഓൺ ചെയ്ത് വെച്ചേ? ഇത് കണ്ടിട്ടാവും ധ്വനിമോള് ശബ്ദം ഉണ്ടാക്കിയത്. അതെ, പാവം കുട്ടിക്ക് പറയാൻ പറ്റില്ലല്ലോ. എടാ സൂക്ഷിച്ച്. ഓഫ് ചെയ്തിട്ടെടുക്ക്. സ്വിച്ച് ഓഫ് ചെയ്യ്. സൂക്ഷിച്ചെടുക്കണേ. ചേട്ടാ സൂക്ഷിക്കണം. മാറ് 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 മോളെ. മോളെ, ഇതിനാണോ മോള് ശബ്ദം ഉണ്ടാക്കിയത്? ഈ കൊച്ചു കുഞ്ഞിന്റെ ബോധം പോലും നിനക്കില്ലാതെ പോയല്ലോ പല്ലവി. അതെങ്ങനെയാ? ഫോണ് കൈ കിട്ടിയ പിന്നെ ഇവളീ ലോകത്തൊന്നും അല്ലല്ലോ. ഞാൻ എപ്പോഴും പറയുമ്പോ നിങ്ങളല്ലേ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. പല്ലവിക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ മാപ്പി ചോദിക്കുക. മാപ്പ് പറഞ്ഞതുകൊണ്ട് ധ്വനിമോളെ അടിക്കാൻ തുടങ്ങിയതിന് പരിഹാരാവില്ല. അത് ഇനി പോട്ടെ, സാരമില്ല. ഇനി ഇതിന്റെ പേരില് ആരുമായിട്ടൊരു സംസാരം വേണ്ട. അതെ, ഇനിയെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യുമ്പോ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. ഭാഗ്യം കൊണ്ടാ വലിയൊരു അപകടം ഒഴിവായത്. ഇനിയെങ്കിലും ആ കൊച്ച എന്തെങ്കിലും വന്ന് കാണിച്ചാൽ നിനക്ക് പറ്റിയില്ലെങ്കിൽ നീ ഞങ്ങളോടെങ്കിലും പറ. അതൊക്കെ ക്ലീൻ ചെയ്യും. നോക്കി നിൽക്കുന്നുണ്ടല്ലേ, ഇറങ്ങി പോടി അങ്ങോട്ട്.
മതി. അതെ ദേവേട്ട, നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ബന്ധമാ. കൈവിട്ടു പോകും മുമ്പ് എങ്ങനെയെങ്കിലും നടത്തിയ നല്ലതാ. കൊള്ളാവുന്ന ബന്ധമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. കൊള്ളാവുന്ന ബന്ധോ? ഇതിലും നല്ലൊരു ആലോചന ഇനി ഈ വീട്ടിലേക്ക് വരാനില്ല. അതെ, ഇന്ദിര ടിവിന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ MDയുടെ മകനാ പയ്യൻ. അവരെങ്ങനെയാ നമ്മളുമായിട്ട് ഒരു ബന്ധത്തിന് തയ്യാറായത്? ജാതക ചേർച്ച നോക്കി വന്ന ആലോചനയാ. അതെ, അവര് നമ്മളെക്കുറിച്ച് അന്വേഷിച്ചു. അവർക്ക് സമ്മതാ. ഒരു ചടങ്ങിന് എല്ലാരും കൂടി ഹോട്ടലിൽ വെച്ച് കാണാന്നാ പറഞ്ഞേ. ദുർഗയോട് ചോദിച്ചോ? എന്തിന്? അവളുടെ കല്യാണക്കാര്യം അവളോട് ചോദിക്കണ്ടേ? ഏത് നേരം നിങ്ങൾക്ക് ആ നശിച്ചവളുടെ ചിന്ത മാത്രമേ ഉള്ളോ? നിങ്ങൾക്ക് മറ്റൊരു മകൾ കൂടിയുണ്ട്, അത് മറന്നോ? എന്നാലും മൂത്തവളായ ദുർഗ നിൽക്കുമ്പോ എങ്ങനെയാ? എനിക്ക് ആകെ ഒരു മകളേ ഉള്ളൂ. അവൾക്ക് നല്ലൊരു ആലോചന വരുമ്പോ അത് വേണ്ടാന്ന് വയ്ക്കാൻ എനിക്ക് പറ്റില്ല. നാത്തും പറയുന്നത് ശരി. ഇനി ഇതുപോലൊരു നല്ലൊരു ആലോചന വരണമെന്നൊന്നുമില്ല. വെറുതെ ഓരോ ന്യായം പറഞ്ഞ് വന്നു കയറിയ ഭാഗ്യം തട്ടിക്കളഞ്ഞ് അശ്വതിയുടെ ഭാവി നശിപ്പിക്കരുത്. ഇവിടെ ആർക്കും അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ല നാത്തൂനെ. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയവളുടെ മോളുടെ ഭാവിയെക്കുറിച്ചാ ഇവിടെ എല്ലാവർക്കും ചിന്ത. അവള് മാത്രം ജീവിച്ചാ മതിയല്ലോ. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞല്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. എന്റെ ജീവിതം നശിച്ചതുപോലെ എന്റെ മോളുടെ ജീവിതം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ആലോചനയ്ക്ക് ആരെങ്കിലും തടസ്സം നിന്നാ പിന്നെ ആരും മനസമാധാനത്തോടെ ഈ വീട്ടിൽ കഴിയുമെന്ന് കരുതണ്ട. പ്രത്യേകിച്ചും നിങ്ങളുടെ മോള്. അവളെ ഞാൻ നിലം തൊടിയിക്കില്ല, പറഞ്ഞേക്കാം. നിൽക്ക്. ഞാനിപ്പോ എന്താ വേണ്ടേ അതൊന്നു പറ. ഹോട്ടലിൽ വെച്ച് എല്ലാവരെയും കാണാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചേട്ടന് വരണം. നമ്മളെല്ലാരും ചേർന്ന് ഈ കല്യാണം ഭംഗിയായി നടത്തണം. എന്താ ഒന്നും മിണ്ടാത്തെ? നിങ്ങൾക്ക് വരാൻ വൈകി അതിപ്പോ പറയണം. ഞാൻ വരാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ. ആ വാ, വേ വാ, വാ, വാ. 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 അല്ല, നിങ്ങളിതെല്ലാരും കൂടി എങ്ങോട്ടാ? ക്ഷേത്രത്തിലേക്കമ്മേ. ക്ഷേത്രത്തിലേക്കോ? എന്നിട്ടെന്താ നിങ്ങൾ എന്നോട് പറയാതിരുന്നത്? ഞാനും കൂടി വരുമായിരുന്നല്ലോ. അത് പിന്നെ അമ്മേ, ഒരുപാട് പടിക്കെട്ടുകളിലുള്ള ക്ഷേത്രമാ. അമ്മയുടെ മുട്ടുവേദനയും കൊണ്ട് ആ പടികളൊക്കെ കയറാൻ പാടായിരിക്കും. അതാ വിളിക്കാതിരുന്നത്. അല്ലേ നാത്തുനെ? അതെ അതെ. എന്നാ ഒരു കാര്യം ചെയ്യ്, ദുർഗയും കൂടി കൊണ്ടുപോ. അവൾക്ക് മുട്ടുവേദനയൊന്നും ഇല്ലല്ലോ. പറ്റില്ല, ഇവളെ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അതെന്താ അങ്ങനെ? ദുർഗയും ഈ വീട്ടിലെ കുട്ടിയല്ലേ? കാര്യവും കാരണവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ. വെറുതെ ഞങ്ങളുടെ സന്തോഷം തകർക്കാൻ അമ്മ നോക്കണ്ട. മുത്തശ്ശി പറഞ്ഞത് ശരിയല്ല അമ്മേ. ദുർഗേച്ചി നമ്മുടെ കൂടെ വന്നോട്ടെ. വാ ചേച്ചി. ദേ അഭി, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി അഭിപ്രായം പറയരുതെന്ന് പലതവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. മുത്തശ്ശി, ഞാൻ പോകുന്നില്ല. ഇവരെല്ലാം പോയിട്ട് വരട്ടെ. കണ്ടോ, ഇവക്ക് വരാൻ യാതൊരു താല്പര്യവുമില്ല. പിന്നെ അമ്മയ്ക്ക് എന്തിനാ ഇത്ര വാശി? നിനക്കും ഇവളുടെ അഭിപ്രായം തന്നെ ആയിരിക്കും അല്ലേ? ഇതൊന്നും അത്ര നല്ലതിനല്ല. മുത്തശ്ശി,
എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. ഭഗവാനെ കാണാൻ ഒരുപാട് പടിക്കെട്ടുകൾ കയറി പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നല്ല മനസ്സുണ്ടാവണം, എന്നാലേ ദൈവം അനുഗ്രഹിക്കൂ. ശ്ശോ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഉടനെ പ്രാകാൻ തുടങ്ങും. ഞാൻ പ്രാഗിയതൊന്നുമല്ല, ഉള്ള സത്യം പറഞ്ഞതാ. നിൽക്കേ. ഹ, ഇനി നിന്ന് സമയം കളയണ്ട, വേഗം പോകാൻ നോക്ക്. അല്ല, ഒരുപാട് പടിക്കെട്ട് കയറാനുള്ളതല്ലേ? ചെല്ല് ചെല്ല് ചെല്ല്. നടക്കട അങ്ങോട്ട് ചെല്ല്. ഇത്രയും വർഷം നമ്മൾ ഈ നാട്ടിൽ ജീവിച്ചിട്ട് ഇതുപോലൊരു ഹോട്ടലിനകത്ത് കയറാൻ നമുക്കിതുവരെ ഭാഗ്യം കിട്ടിയിട്ടില്ല. അതെ, എല്ലാ അക്ഷിതയുടെ ഭാഗ്യം. എന്താ എല്ലാരും ഒന്നും മിണ്ടാതിരിക്കുന്നെ? പരസ്പരം തുറന്ന് സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ അല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. ശരി, നമുക്കതി ഫുഡ് ഓർഡർ ചെയ്യാം. ഭക്ഷണം കഴിച്ചോണ്ട് സംസാരിക്കാമല്ലോ. അതെ, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ മടിക്കാതെ ഓർഡർ ചെയ്തോളൂ. അതെ അതെ, ബില്ലിന്റെ കാര്യോർത്ത് ആരും മടിക്കണ്ട. അതൊക്കെ ഞങ്ങൾ തന്നെ കൊടുത്തോളാം. ഇനിയിപ്പോ വിവാഹം നടന്നില്ലെങ്കിലും പൈസയൊന്നും തിരിച്ചറിയേണ്ട കാര്യമില്ല. ചന്ദ്രമതി, അക്ഷിത പൃഥ്വിയാണ് നോക്കുന്നത്. രാവിലെ എല്ലാരും കൂടി എവിടെയൊക്കെ പോകുന്നുണ്ടല്ലോ. അമ്പലത്തിൽ പോയതാ. അപ്പൊ താനും മുത്തശ്ശി എന്താ പോകാതിരുന്നേ? മുത്തശ്ശിക്ക് മുട്ടുവേദനയുള്ളതല്ലേ, പടികളൊക്കെ കയറാൻ പാടാ. ഞാൻ പിന്നെ ഇവിടെ ഒരുപാട് ജോലികൾ തീരാൻ ബാക്കിയുണ്ട്, അതാ. ആരോ മെസ്സേജ് അയച്ച് തകർക്കുന്നുണ്ടല്ലോ. കോളേജ് റീയൂണിയനാ, അതിന്റെ ഗ്രൂപ്പിലെ ബഹള. അടിപൊളി. അപ്പൊ ഒരു ദിവസം തകർക്കാനുള്ള സംഭവമായല്ലോ. ഏയ് ഇല്ല, ഞാൻ പോകുന്നില്ല. അതെന്താ? അത് ഇനി ഒരു പെണ്ണിന് നേരെയും നിന്റെ കയ്യെന്നല്ല നോട്ടം പോലും വീണു പോരുത്.